ഹായ് ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പൊന്നു. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാം? നിങ്ങളൊരു കാര്യം വെച്ചു ടെങ്കടയും ഞാനിത് മീഷോന്ന് മേടിച്ചതാണ്. കുറേ റിവ്യൂ ഒക്കെ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും ഇത് മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. നാളെ നമ്മളെ പള്ളിയിലെ പെരുന്നാളല്ലേ, അപ്പോൾ ഇതൊക്കെ ഒന്ന് മുടിക്കകത്തൊക്കെ ഒന്ന് ചെയ്ത് നമുക്കൊന്ന് സെറ്റായിട്ട് പോയിട്ട് വരാം. അപ്പം നമുക്കിതൊന്ന് സെറ്റ് ചെയ്യുന്നെങ്കിലും നോക്കാം. ഇതിന് ആദ്യം നമ്മൾ മുടി നല്ലപോലെ കോമ്പ് ചെയ്ത് എന്നാണ് ആ ചേച്ചി വീഡിയോക്കകത്ത് കാണിച്ചത്. നമുക്കത് ചെയ്ത് നോക്കാം. ഞാൻ എനിക്ക് വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പിന്നെ ഒരു കാര്യം പറയാം, ഈ പ്രോഡക്റ്റ് ഞാൻ കുറച്ച് അഫോർഡബിൾ പ്രൈസിലാണ് മീഷോന്ന് മേടിച്ചത്. 149 രൂപയായിരുന്നു ഇതിൻ്റെ റേറ്റ്. പക്ഷെ പ്രോഡക്റ്റ് കൊള്ളാം കേട്ടോ. നല്ല നല്ല ആ ഒരു ഇതിനൊക്കെ നല്ലൊരു ഒരുവിധം കട്ടിയുണ്ട്. പിന്നെ 2 സ്ക്രഞ്ചീസ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് മണി 12 മണി അടുപ്പിച്ചായി കേട്ടോ. പള്ളിയിലെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്ക് ഇപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയത്. എല്ലാവരും ഉറക്കുമായിരുന്നു തോന്നുന്നു. മുടി ചെറിയൊരു വെറ്റായിരിക്കണം കേട്ടോ മുടി. പിന്നെ നമുക്ക് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്നുവെച്ചാൽ മുടി രണ്ടും കൂടി ഒന്നിച്ചാവാതിരിക്കാൻ വേണ്ടി ഇവിടെ വെച്ച് ഈക്വലായിട്ട് ഇങ്ങനെ വെക്കുന്നതാണ്. എത്രത്തോളം നമ്മൾ സക്സസ് ആകുമെന്ന് എനിക്കറിയില്ല. ഞാനത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. കാണുന്നുണ്ടോ ഗൈസ്? നിങ്ങൾ നൈറ്റ് ആയതുകൊണ്ട് വീഡിയോയ്ക്ക് എത്രത്തോളം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെയാണ് ആ കൊറിയൻ ചേച്ചി എനിക്ക് കാണിച്ചു തന്നത്. നമ്മുടെ മുടിയിൽ അങ്ങനെയൊക്കെ ആവുമെന്ന് അറിയില്ല. അതായത് നമുക്ക് നോക്കാം. എല്ലാവരും നല്ല ഉറക്കമാണ് ഗൈസ്. ഇപ്പം തന്നെ മണി 12 ആയി. ഇനി ഞാനിത് ചെയ്തിട്ട് ഞാനിനി എപ്പോൾ കിടക്കാനാണോ എന്തോ. പക്ഷെ നല്ല മുറുക്കമുണ്ട് ഗൈസ്. ഉണ്ടോ മുടി നല്ല മുറുകി ഇങ്ങനെ ചെയ്ത് വന്നപ്പോഴത്തേക്ക്. ഇച്ചാൻ എൻ്റെ ഇടയ്ക്ക് എനിക്ക് നോക്കും, ഇവളെന്ത് ഈ പാതിരാത്രി ലൈറ്റൊക്കെ നോക്കി ചെയ്യുന്നു. ഗൈസ്, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാനെന്താ, എനിക്ക് അവിടെ മിററുണ്ട്, ഞാൻ അത് നോക്കിയാണ് ചെയ്യുന്നത്. എനിക്ക് ഇത് നോക്കി ചെയ്യാൻ അത്ര വശമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടുത്തെ കണ്ണാടി നോക്കിയാണ് ചെയ്യുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ ഒരുവിധം എല്ലാം ചുറ്റി. ഗൈസ്, കാണുന്നുണ്ടോ നിങ്ങൾ? അതെ, ഞാൻ ചുറ്റി തീർന്നിരിക്കുന്നു ഗൈസ്. പിന്നെ മുടി പിന്നെ പൊഴിച്ചിലില്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ കുഴപ്പമില്ല. കാണുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ നമ്മൾ ചുറ്റി തീർന്നു. ഇനി നമുക്ക് ക്രഞ്ചീസ്. ടൈറ്റായി തന്നെ കാണോട്ടെ. ഓക്കെ, കാണുന്നുണ്ടോ നിങ്ങൾ? അതിൻ്റെ ഇത്രയൊരു ഭാഗം ഞാൻ സെറ്റ് ചെയ്തു. പക്ഷെ മുടി കുറച്ച് ലൂസായിട്ടോ. നല്ല കൊള്ളാം. ഇനി നമുക്ക് ഇപ്പോഴത്തെ സൈഡ് സെറ്റ് ചെയ്യാം. അത് കണക്ക് കുറച്ച് മുടിയൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് നനയ്ക്കിട്ട് നമുക്ക് മുടിയൊന്ന് ചെറുതായിട്ട് ചെയ്യും. ഇതും ഈ ഒരു സൈഡും. പക്ഷെ ഇതൊരു ചെറിയൊരു കുഴപ്പമില്ല. ഇതും അതേ കണക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. ഓ ഗൈസ്, എനിക്ക് അപ്പുറത്തെ സൈഡ് സെറ്റ് ചെയ്ത് കണക്ക് ഈ ഒരു സൈഡ് എനിക്ക് വശം കിട്ടുന്നില്ല. എനിക്കാരും ഉറങ്ങുന്ന ഇച്ചാനെയൊക്കെ ചവിട്ടി എണീപ്പിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഉണ്ടാ, എനിക്ക് ഈ ഒരു സൈഡ് എനിക്ക് വശം കിട്ടുന്നില്ല. നമുക്ക് നോക്കാം എത്രത്തോളം നമ്മളെ കൊണ്ട് തനിയെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആരും മെനക്കെട്ടെന്ന് ചെയ്യുമെന്ന്. ഇതൊക്കെ ആദ്യത്തെ ഈ ഒരു പുതുമയുള്ളൂ. എത്രത്തോളം അല്ലെങ്കിൽ ഷോർട്ട് ഹെയർ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഭയങ്കര ബുദ്ധിമുട്ട് പോലെ. എങ്കിലും നമുക്ക് ചെയ്യാം. ചെയ്യുന്നു എപ്പടി ഇരിക്കും.
ഓക്കെ, ഫൈനലി അങ്ങനെ നമ്മൾ ഹെയർ കണ്ടും സെറ്റ് ചെയ്തിരിക്കുന്നു. സമയം ഒരുപാടായി ഗൈസ്. പിന്നെ നിങ്ങളിത് ചെയ്യുമ്പം എന്തായാലും ഓർക്കുക, മുടി ചെറിയൊരു വെറ്റായിട്ടിരിക്കണം കേട്ടോ. ഇത് ഞാൻ മുടി ഇന്ന് ഷാമ്പു ചെയ്തു, അതിനുശേഷമാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം നാളെ രാവിലെ നമുക്കിതിൻ്റെ ഒരു ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയണം. അപ്പോൾ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അത്രേ ഉള്ളൂ ഗായ്സ്. അപ്പം നാളെ ഇതിൻ്റെ ഔട്ട്പുട്ടുമായിട്ട് ഞാൻ രാവിലെ വരും. അപ്പോൾ ടാറ്റ ബൈ ബൈ.